ഹലോ ഹായ് വെൽക്കം ടു സിംപ്ലി മീ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ രാത്രി എനിക്ക് തോന്നുന്നൊരു 10 മണിയായിട്ടുണ്ട്. പിള്ളേരൊക്കെ കിടന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. ഇന്ന് വേറൊരു വിശേഷമുണ്ട്. എനിക്ക് നാളെ നദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 11 വയസ്സാവണേണ് അവന്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഗിഫ്റ്റ് ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 മാസം മുമ്പേ ഇങ്ങനെ തുടങ്ങി. എൻ്റെ ബർത്ത്ഡേ വരും നവംബറിലാണ് ഇങ്ങനെ എണ്ണി നവംബർ മാസം വന്ന 1-ാം തീയതി തുടങ്ങിയ ശല്യമാണ്. എൻ്റെ ബർത്ത്ഡേ അവന് വേറെ ഒന്നുമല്ല, ബർത്ത്ഡേ. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൻ്റെ ആയിരിക്കുള്ളൂ, ബർത്ത്ഡേ ആണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ ഒറ്റക്കാണ്, ക്യാമറാമാനും ഇല്ല, ക്യാമറ വുമണും ഇല്ല, ആരുമില്ല. ഞാനപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നദുവിനൊരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ. അതായത് കോഫി ഷോപ്പൊക്കെ തുടങ്ങിയ പിന്നെ സാബുചേട്ടന് ഒത്തിരി ലേറ്റ് ആവും വരുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് 12 മണിക്കൊന്നും സാബുചേട്ടൻ എത്തില്ല, ചിലപ്പോൾ 1 മണി 1:30 മണിയൊക്കെ ആകും. അപ്പോൾ ഞാൻ ഓർത്ത് സാബുചേട്ടൻ വന്നു കഴിയുമ്പോൾ ഞാനൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, ചെറുത് ഒരു കുഞ്ഞ് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം കണ്ട, അങ്ങനെ കുറച്ച് കുഞ്ഞു കുറച്ച് അവന് ഇഷ്ടമാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരും കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനിത് റാപ്പ് ചെയ്ത് എല്ലാം കൂടെ നമ്മുടെ എന്താ പറയുക താഴെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നേരെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യും, ചെറിയൊരു കേക്ക് കട്ടിങ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാളെയുള്ള ബർത്ത്ഡേ. അപ്പോൾ നാളെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഓൺലൈനിൽ ബർത്ത്ഡേ വിഷിങ് ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഉള്ളത് എൻ്റെ വില്ലയില്ലേ മമ്മിയുടെ അവിടെയാണ് അവൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഉള്ളത്. അപ്പോൾ അവിടെ എൻ്റെ കേക്ക് കട്ടിങ് അവിടെ വേണമെന്ന് കുറേ കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കേക്ക് നമ്മുടെ മിസ്സിസ് കേക്ക് നൂറയുടെ വക ഒരു കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൂറ് അവിടെ വൈകുന്നേരം കൊണ്ടുതരും. ബാക്കി പരിപാടികളൊക്കെ വേറെ പരിപാടിയൊന്നുമില്ല, കേക്ക് കട്ട് ചെയ്തിട്ട് അവൻ്റെ ഫ്രണ്ട്സായിട്ട് കുറച്ചൊരു ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, പിരിയുന്നു, അത്രേ ഉള്ളൂ. അത് ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് വന്നേക്കുന്നത്. വെറുതെ ചുമ്മാ നിങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ മേടിച്ചേക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ജീൻസ് മേടിച്ചിട്ടുണ്ട്, 3 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. അവന് ഷർട്ടിനേലും ഇഷ്ടം ടീഷർട്ടാണ്. അപ്പോൾ ഷർട്ട് മേടിച്ചാലും വെറുതെ വേസ്റ്റാണ്, ഇടില്ല. അപ്പോൾ 3 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്, ഒരു ജീൻസ് മേടിച്ചിട്ടുണ്ട്, ഒരു ഷൂസ് മേടിച്ചിട്ടുണ്ട്. ഷൂസും ജീൻസൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവൻ കൂടെ ഉണ്ടാട്ടെ, കാരണം ഇട്ട് നോക്കണ്ടേ. ഇതും കെട്ടിപ്പിടിച്ചാണ് 2 ദിവസമായിട്ട് ഉറങ്ങണത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് മേടിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് എപ്പോഴാണ് ഞാനിത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങണത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ. ഓക്കെ, പിന്നെ അതായത് ഒരു കപ്പ് കോഫി മഗ്ഗില്ലേ, BTS ഫാനാണ്. അപ്പോൾ BTSൻ്റെ ഒരു കപ്പ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ കിട്ടുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഇല്ലേ, പിള്ളേരുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ അത് നാളെ കാണിച്ചു തരാം കേട്ടോ എല്ലാ പിള്ളേരുടെയും കയ്യിൽ. ഇത് ഗ്ലൗ, ബോക്സിങ് ഗ്ലൗ ഇല്ലേ, ഭയങ്കര ഇഷ്ടമാണ് ബോക്സിങ്. അപ്പം ബോക്സിങ് ഗ്ലൗ ഇതൊക്കെ അവൻ എപ്പോഴും ചോദിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. കുറേ നാളായത് വന്നിട്ട് ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഡയറി മിൽക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് പൊതിയാം കേട്ടോ. Adu, happy birthday to you. Happy birthday to you. Happy birthday dear Nadu. Happy birthday to you. Ambi. എന്തിനേക്ക് പോയി നോക്കി എന്തൊക്കെയാണെന്ന് എന്നൊക്കെ വേണ്ടൊന്നു വേണ്ടൊന്നു. അയ്യോ നിക്ക്, എഴുന്നേക്ക്.
അതിലും വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താണത്? കേക്ക് കേക്ക് ഇതും കൂടി പിടിച്ചോ. ഇതും കൂടി പിടിച്ചോ. എന്താ നദു ടേൺസ് 11. Happy birthday, dear Nadu. Happy birthday to you. അമ്മച്ചി കൊടുക്കുക. അപ്പുറത്തെ കൈ. അവിടെ ചെന്ന് അടിപൊളി. ബർത്ത്ഡേ ബംസ് അത് നിക്ക് 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 വാ വാ എല്ലാരും വാ. 11 years. പതുക്കെ പതുക്കെ. സർപ്രൈസും ബർത്ത്ഡേ പാർട്ടിയും അവന്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഹാപ്പി. അത് ഹാപ്പി. കുറെ ഗിഫ്റ്റ് കിട്ടി, കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ഇതാണ് നദുവിന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടല്ലോ. ഇവിടെയാണ് നദുവിന്റെ ലോകം. അപ്പൊ ഹാപ്പിയാണോ നീ? ഒരു വികാരമില്ലാത്തൊരു ജീവിയാണ് എന്റെ മോനൊന്നും വിചാരിക്കരുത്. അവന്റെ സന്തോഷമൊക്കെ അവൻ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അതിന് കൂടുതൽ സന്തോഷം ഒന്നും പ്രകടിപ്പിക്കാനൊന്നും അറിയാൻ പാടില്ല. അപ്പൊ that's all for today's episode.
അടുത്ത എപ്പിസോഡില് വേറൊരു കാഴ്ചയായിട്ട് സിംപ്ലി